ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കാതെ ചെയ്യണേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ്. ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള കാരണമാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവേണ്ടത്. ഞാൻ കടലമാവ് എടുത്ത കപ്പിൽ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാ മാവ് ഒരുപോലെ ആയിരിക്കില്ല, അത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇതുപോലെ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഇതുപോലെ ഓട്ടുള്ള ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആണെങ്കിൽ മാത്രമേ ഇങ്ങനായിട്ട് കിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കണേ. ഒരു ഭാഗത്ത് തന്നെ ആക്കാതെ ഈ കയ്യില് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണേ. ഇത് വല്ലാണ്ട് ആവണ്ട, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഹാർഡായി പോവും എടുക്കാതിന്. ഫുൾ മാവും ഇതുപോലെ ബൂന്തികളാക്കി എടുക്കാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അധികം നേരം വെക്കണ്ട, കൈയോടെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് ചിലപ്പോൾ കരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് സെറ്റ് ബൂന്തി കൂടി റെഡി ആയിട്ടുണ്ട്. ഇത്രയും ബൂന്തി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയുടെ ബൗളിലോട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മുഴുവനായിട്ട് ഇടാതെ 2-3 വട്ടമായിട്ട് പൊടിച്ചെടുക്കണം. ഇത്ര പൊടിഞ്ഞാൽ മതി, വല്ലാണ്ട് പൊടിയണ്ട. ഇതുപോലെ ആയാൽ മതി. അടുത്ത ബൂന്തി കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. പാനിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കാം. നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുത്തേക്കണത്. അതിലോട്ട് 3/4 കപ്പ് പഞ്ചസാരയാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും, കൂടുതൽ ഇടേണ്ട ആവശ്യം ഇല്ല. ഇതിലേക്ക് ഒരു നുള്ള് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇങ്ങനെ കൈമൊട്ടും
ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ പൂന്തി ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൂട്ടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന കൺസിസ്റ്റൻസി ആവണം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ്, കിസ്മിസ് എന്നിട്ട് വെച്ചെടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മക്കൾ പറഞ്ഞേക്കുന്നത് കിസ്മിസ് ഇടണ്ടാന്നാ, അത് കാരണം ഞാൻ ഇടാത്തത്. നമ്മുടെ കാഷ്യൂസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷനിലാണ്. കുറച്ച് കാഷ്യൂസ് അതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടി എടുക്കാം. ഇതുപോലുള്ള ഒരു സ്പൂണിലെടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരേ ക്വാണ്ടിറ്റി ഇല്ല, ഒരേ വലുപ്പത്തിലുള്ളത് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉരുട്ടിയെടുക്കാം. വെച്ച് തന്നെ ഉരുട്ടിയെടുക്കണം. അതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കില്ലേ ഇതുപോലത്തെ ലഡു? ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മയോടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.